27 കോടി രൂപക്ക് ലക്നൗ സൂപ്പർ ജയൻസ് ടീമിലെത്തിച്ച താരമാണ് നമ്മുടെ ഋഷഭ് പന്ത്. ഋഷഭ് പന്തിനാവട്ടെ ഈ IPL രണ്ടാമത്തെ മത്സരം തുടർച്ചയായി നടന്ന ലക്നൗ സൂപ്പർ ജയൻസിന്റെ രണ്ടാമത്തെ മത്സരമാണ്. ഹൈദരാബാദിനെതിരെയായിരുന്നു മത്സരം. എന്നാൽ ഈ ഒരു മത്സരത്തിലും താരത്തിന് ബാറ്റിംഗിൽ മികച്ച പ്രകടനം അദ്ദേഹത്തിന് പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. 15 പന്തിലൊന്നും 15 റൺസ് എടുത്താണ് അദ്ദേഹം പുറത്തായത്. ഒരു 6 മാത്രമാണ് അദ്ദേഹത്തിന്റെ ബാറ്റിംഗിൽ നിന്ന് വന്നിട്ടുള്ളത്. ആദ്യ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ അദ്ദേഹം 0-ന് പുറത്തായിട്ടുള്ളത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. നമുക്കറിയാം 27 കോടി രൂപ അത്രയും പണം ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ് ലക്നൗ ടീം എത്തിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഈ ഒരു പോക്കാണ് ഋഷഭ് പന്ത് പോകുന്നതെങ്കിൽ ഋഷഭ് പന്തിനെ മിക്കവാറും ക്യാപ്റ്റൻസിയിൽ നിന്നും ഡ്രോപ്പ് ചെയ്യാൻ വരെ സാധ്യതയാണ്. കാരണം മറ്റൊന്നുമല്ല, മറ്റു ടീമുകളുടെ ഓണർമാരെ പോലെയല്ല സഞ്ജീവ് ഗോയങ്ക. കാരണം അദ്ദേഹത്തിന് റിസൾട്ട് ഇല്ലെങ്കിൽ, ഒരു മികച്ച പ്രകടനം ഇല്ലെങ്കിൽ അദ്ദേഹം ഒരു പ്ലെയറെ മാറ്റാൻ യാതൊരു മടിയില്ലാത്ത വ്യക്തിയാണ് അദ്ദേഹം. മുമ്പ് രാഹുലിന്, അതുപോലെ മുമ്പ് ധോണിക്കുണ്ടായ അനുഭവം, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരുപാട് സംഭവങ്ങളുണ്ടായി. അതുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങളുമൊക്കെ പറയുന്നത്. ഋഷഭ് പന്തിന്റെ പഴയ ഒരു എബിലിറ്റി ഒക്കെ നഷ്ടപ്പെട്ടു എന്ന് പറയാം. ആ ആക്സിഡന്റിന് ശേഷം അദ്ദേഹത്തിനെ കൊണ്ട് തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കണ പോലെ ടെസ്റ്റിലും കളിപ്പിച്ചു, വൺഡേയിലും കൊടുന്നു. അദ്ദേഹത്തിന് ടെസ്റ്റിൽ എനിക്ക് തോന്നുന്നു ഋഷഭ് പന്തിന് ഇനി നല്ലൊരു കരിയർ വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് റെഡ് ബോളിൽ നന്നായിട്ട് നിന്ന് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കരിയർ. അല്ലാതെ അദ്ദേഹത്തിനെ കൊണ്ട് തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കണ പോലെ പല T20യിലും മറ്റോടത്തും ഇന്ത്യൻ ടീം T20യിലും മേഖലത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ട ഒരു ഇമ്പാക്ട്, അദ്ദേഹത്തിന് മൊത്തത്തിൽ പ്രഷർ ഡൗൺ, മൊത്തത്തിൽ വേണ്ട രീതിയിൽ ഇമ്പാക്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഏതായാലും IPL തുടക്കത്തിലെ 2 മത്സരത്തിലും അദ്ദേഹത്തിന് മികച്ച കളി പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെ. അദ്ദേഹത്തിന് ഒരു മികച്ച പ്രകടനം കാണാൻ വേണ്ടി ഞാനൊക്കെ വെയിറ്റിംഗ് ആയിരുന്നു. പക്ഷേ മികച്ച കളി അദ്ദേഹത്തിന് പുറത്തെടുക്കാൻ സാധിച്ചില്ല. പിന്നെ 27 കോടി രൂപക്കുള്ള ടീമെത്തിച്ച താരമായതുകൊണ്ട് ഒരുപാട് ട്രോളുകൾ വരാൻ സാധ്യതയുണ്ട്. കാരണം IPL ഇതിന് മുമ്പൊക്കെ പല താരങ്ങളും ഒരുപാട് കോടികൾ മുടക്കി ടീമെത്തിച്ച് ആ താരത്തിന്റെ ഭാഗത്തു നിന്നൊന്നും മികച്ച പെർഫോമൻസ് ഇല്ലാത്ത സമയത്ത് അത് ഋഷഭ് പന്ത് എന്നല്ല, ഏറ്റവും കൂടുതൽ പണം വാങ്ങിയപ്പോൾ കഴിഞ്ഞ വർഷം സ്റ്റാർക്കൊക്കെ ഒരുപാട് ട്രോളുകൾ ഏറ്റുവാങ്ങിയിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഋഷഭ് പന്തിനും ഒരുപാട് ട്രോളുകൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ.